നമസ്കാരം. 2024 ഓസ്കാർ ന്യൂസ്. ഓസ്കാർ ചുരുക്കപ്പട്ടികയിൽ നിന്നും ലപ്പത ലേഡീസ്, ആടുജീവിതം എന്നീ ഇന്ത്യൻ ചിത്രങ്ങൾ പരിഗണിക്കപ്പെട്ടില്ല. എന്നാൽ ഇന്ത്യ അയക്കാത്ത ഹിന്ദി ചിത്രം പട്ടികയിൽ സ്ഥാനം പിടിച്ചു. ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായ ലപ്പത ലേഡീസ് ഓസ്കാറിന്റെ മത്സര വിഭാഗത്തിൽ നിന്നും പുറത്തായി. അക്കാദമി പുറത്തിറക്കിയ ഓസ്കാർ ഷോർട്ട് ലിസ്റ്റിൽ വിദേശ ചിത്രത്തിനുള്ള മത്സര വിഭാഗത്തിൽ ഈ ചിത്രങ്ങൾ പരിഗണിക്കപ്പെട്ടില്ല. എന്നാൽ UK ഔദ്യോഗിക എൻട്രിയായി ഹിന്ദി ചിത്രം സന്തോഷ് ഓസ്കാർ ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ചു. സന്ധ്യ സൂരി രചനയും സംവിധാനവും നിർവഹിച്ച് 2024 പുറത്തിറങ്ങിയ ഒരു ഹിന്ദി ക്രൈം ഡ്രാമ ചിത്രമാണ് സന്തോഷ്. യുണൈറ്റഡ് കിങ്ഡം, ഇന്ത്യ, ജർമ്മനി, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ അന്താരാഷ്ട്ര സഹനിർമ്മാണമാണിത്. ഉത്തരേന്ത്യയിലെ ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഒരു ക്രൈം ഡ്രാമ ചിത്രമാണ് സന്തോഷ്. 28-കാരിയായ വിധവ തന്റെ പരേതനായ ഭർത്താവിന്റെ പോലീസ് ഓഫീസർ ജോലി ഏറ്റെടുക്കുകയും ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസ് അന്വേഷിക്കുകയും ചെയ്യുന്നതാണ് കഥാപശ്ചാത്തലം. ഷഹാന ഗോസ്വാമിയാണ് വിധവയുടെ വേഷം ചെയ്യുന്നത്. ഗീതാ ശർമ്മയായി സുനിത രാജ്വർ, ബെനിവാളായി സഞ്ജയ് ബിഷ്ണോയ്, വിക്രമായി കുശാൽ ദുബെ, താക്കൂറായി നവൽ ശുക്ല, പ്രിയയായി പ്രതിഭ അവസ്ഥി എന്നിവർ അഭിനയിച്ചിരുന്നു. ഛായാഗ്രഹണം ലെനർഡ് ഹിലേജ്, എഡിറ്റിംഗ് മാക്സിം പോസി ഗാർസിയ, സംഗീതം ലൂയിസ ഗസ്റ്റിൻ. 2024 മെയ് മാസത്തിലെ 77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ചിത്രം പ്രദർശിപ്പിച്ചു. ദക്ഷിണേഷ്യ മത്സര വിഭാഗത്തിൽ മത്സരിക്കുന്ന മാമി മുംബൈ ഫിലിം ഫെസ്റ്റിവലിലും 2024 ഇത് തിരഞ്ഞെടുക്കപ്പെട്ടു. നിരൂപകരിൽ നിന്ന് നല്ല അവലോകനങ്ങൾ ലഭിച്ച ഈ ചിത്രം നാഷണൽ ബോർഡ് ഓഫ് റിവ്യൂ 2024 മികച്ച 5 അന്താരാഷ്ട്ര സിനിമകളിൽ ഒന്നായി സന്തോഷ് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. കൂടാതെ 97ാമത് അക്കാദമി അവാർഡിൽ മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ചിത്രത്തിനുള്ള UK എൻട്രിയായി ഈ ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 15 സിനിമകളാണ് ഓസ്കാർ ഷോർട്ട് ലിസ്റ്റിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. വിദേശ ചിത്രങ്ങൾ കൂടാതെ ഡോക്യുമെന്ററി, ഷോർട്ട് ഫിലിം, മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈലിംഗ്, മ്യൂസിക്, ഒറിജിനൽ സ്കോർ തുടങ്ങി 10 വിഭാഗങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട സിനിമകളുടെ ചുരുക്കപ്പട്ടികയും അക്കാദമി പുറത്തുവിട്ടു. മികച്ച ഒറിജിനൽ ഗാനത്തിനും മികച്ച ഒറിജിനൽ സ്കോറിനുമുള്ള ഓസ്കാർ പുരസ്കാരത്തിന്റെ പ്രാഥമിക പട്ടികയിൽ ഇടം നേടിയ ബ്ലെസ്സിയുടെ ആടുജീവിതവും നിർഭാഗ്യവശാൽ ഒരു വിഭാഗത്തിലും പരിഗണിക്കപ്പെട്ടില്ല. എന്നാൽ ഇന്ത്യക്ക് പ്രതീക്ഷയുടെ വഴി തുറന്ന് ഗുനീത് മോംഗ നിർവഹിച്ച അനുജ ലൈവ് ആക്ഷൻ ഹ്രസ്വചിത്ര വിഭാഗത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടു. വസ്ത്രനിർമ്മാണ മേഖലയിലെ ബാലവേലയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ഹ്രസ്വചിത്രം. ഡൽഹിയിലെ വസ്ത്രനിർമ്മാണ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന 9 വയസ്സുകാരി അനുജ, സച്ത പത്താൻ, 17 വയസ്സുകാരി പാലക്, അനന്യ ഷൻഭാഗ് എന്നിവരുടെ കഥയാണ് അനുജ എന്ന ഹ്രസ്വചിത്രം. ഒരിക്കൽ ഫാക്ടറി സന്ദർശിച്ച ഒരു സാമൂഹിക പ്രവർത്തക അനുജയെയും സഹോദരിയെയും അവിടെ നിന്നും രക്ഷപ്പെടാൻ സഹായിക്കുന്നതും പ്രശസ്തമായ ബോർഡിംഗ് സ്കൂളിൽ പഠിക്കാനും പരീക്ഷ എഴുതാനുള്ള അവസരമൊരുക്കുന്നു. ഇതിനുവേണ്ടി ആ സഹോദരന്മാർ നടത്തുന്ന പോരാട്ടമാണ് ഈ ഹ്രസ്വചിത്രം പറയുന്നത്. രാജ്യത്ത് വിദ്യാഭ്യാസ അവകാശ നിയമം നിലനിൽക്കുമ്പോഴും അത് സാധ്യമാകാത്ത എത്രയോ കുട്ടികൾ ഇന്നും നമ്മുടെ ഇന്ത്യയിലുണ്ട് എന്നുള്ളതിന്റെ ഒരു നേർക്കാഴ്ചയാണ് ഈ ചിത്രം പങ്കുവെക്കുന്നത്. ആദം ജെ ഗ്രേവ്സ്, സുചിത്ര മത്തായി എന്നിവർ ചേർന്നാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പും ഗുനീത് മോംഗയുടെ നിർമ്മാണത്തിൽ പുറത്തിറങ്ങിയ 2 ഡോക്യുമെന്ററികൾ ഓസ്കാർ പുരസ്കാരം കരസ്ഥമാക്കിയിരുന്നു. ദ എലിഫന്റ് വിസ്പേഴ്സ്, പീരിയഡ് എൻഡ് ഓഫ് സെന്റൻസ് എന്നീ ചിത്രങ്ങൾ നേരത്തെ ഓസ്കാർ പുരസ്കാരം നേടിയിട്ടുണ്ട്. ഓസ്കാറിൽ ഇന്ത്യയുടെ അടയാളപ്പെടുത്തലായി അനുജ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഓസ്കാറിലെ 10 മത്സര വിഭാഗങ്ങളുടെ ചുരുക്കപ്പട്ടികയാണ് അക്കാദമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആർട്സ് ആൻഡ് സയൻസ് ചൊവ്വാഴ്ച പുറത്തുവിട്ടത്. ഡ്യൂ പാർട്ട് 2, എമിലിയ പെരേസ്, വിക്കറ്റ്, ഗ്ലാഡിയേറ്റർ 2, നോസ്ഫെറാത്തു, ദ അപ്രന്റീസ്, ദ വൈൽഡ് റോബർ, വിഗ്ഡ്, ട്വിസ്റ്റേഴ്സ്, മുഫാസ, കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദ എർത്ത് എന്നിവയാണ് വിവിധ വിഭാഗങ്ങളിലായി മത്സരരംഗത്തുള്ള മറ്റ് ശ്രദ്ധേയ ചിത്രങ്ങൾ. ജനുവരി 8 ഈ പട്ടികയിലെ സിനിമകളെ ഉൾപ്പെടുത്തി നോമിനേഷനുള്ള വോട്ടിംഗ് ആരംഭിക്കും. ജനുവരി 17 ഓസ്കാർ നോമിനേഷൻസ് പ്രഖ്യാപിക്കും. മാർച്ച് 2 ഓസ്കാർ പ്രഖ്യാപനം. കാത്തിരിക്കാം.
ചരിത്രം എഴുതുന്ന സിനിമകളെയും കലാകാരന്മാരെയും.